മരിച്ചുവീണ മനുഷ്യനെ കൊണ്ട് അടക്കുന്ന കബറുകൾ വരും ഇയാൾ കയറി ആക്രമിക്കുകയാണ്, നശിപ്പിക്കുകയാണ്. ഇയാൾക്ക് നടപടി ഉണ്ടാവണം. ഇയാളെ ഈ തെറ്റ് കയറിനെ തുറുങ്കിലടയ്ക്കണം, ജയിലിലടയ്ക്കണം. ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമി മാത്രം ഇങ്ങനെ കൈകാര്യം പറ്റില്ല. കബറുകൾക്ക് കേടുവരണം എങ്ങനെയാ ചെയ്യേണ്ടത്? ഞങ്ങളെ പേരിൽ വക്കീൽ നോട്ടീസ്, കേസ്, ഞങ്ങൾ 7 വരെ വക്കീൽ നോട്ടീസ്, പിന്നെ 14 വരെ കേസ് കൊടുത്ത് ഗുണ്ടയാണ് കേടി ലിസ്റ്റിലുള്ളതാണ് ഇവൻ. 10-30 കേസുണ്ട് പോലീസ് സ്റ്റേഷനിൽ. 12ാമത്തെ മണ്ണിടിച്ചിട്ടുണ്ടോ വീണ്ടും ഇടിച്ച്. അതിപുരാതനവും ലോകപ്രശസ്തവുമായ വർക്കല കുന്നുകൾ സ്വകാര്യ വ്യക്തികൾ കവർന്നെടുത്ത് ഇടിച്ചു നിരത്തുമ്പോഴും അധികൃതർ കനത്ത മൗനം തുടരുന്നു. ലക്ഷക്കണക്കിന് സഞ്ചാരികൾ കാണാനെത്തുന്ന വർക്കല കടലോരത്തെ പൈതൃക കുന്നുകൾ വീണ്ടും ഇടിച്ചു നിരത്താൻ ശ്രമം നടക്കുന്നു. ചിലക്കൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനിനോട് ചേർന്നാണ് കുന്നിടിച്ചിൽ വീണ്ടും നടക്കുന്നത്. സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റിസോർട്ടിലേക്കുള്ള പാതയൊരുക്കാനാണ് വർക്കലയുടെ പെരുമയും പൗരാണികതയുടെ ബാക്കി പത്രവുമായ പ്രശസ്തമായ വർക്കല കുന്നുകൾ നിർദാക്ഷിണ്യം ഇടിച്ചു നിരത്തുന്നത്. നേരത്തെ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കുന്നിടിച്ചു നിരത്തുന്നത് നിർത്തിവച്ചിരുന്നു. ചെറിയ ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് വീണ്ടും കുന്നിടിച്ചിൽ തുടങ്ങിയത്. തുടർന്ന് ഇന്നും ജനം പ്രതിഷേധിക്കുകയും കുന്നിടിക്കുന്നത് തടയുകയും ചെയ്തു. ഒരു ആൾ വന്ന് പറഞ്ഞു ഇവിടെ താഴെ ഇറ്റാച്ചിയുടെ വർക്ക് നടക്കുകയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ മല അരിയുകയും വാനം വെട്ടി ഇവർ നീക്കിക്കൊണ്ട് വരെയാണ്. ഇവിടെ 10,000 കബർ അടക്കിയുള്ള സ്ഥലമാണ് ഇത്. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രൈം മിനിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, പ്രസിഡന്റിന് ഇമെയിൽ കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, പരിസ്ഥിതി വകുപ്പിന് കൊടുത്തിട്ടുണ്ട്, താലൂക്കിൽ കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്ത്, അങ്ങനെ എന്തൊക്കെ കൊടുക്കാണ്ട് എല്ലാ അപേക്ഷകളും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും ദിവസമായിട്ടും ഇയാൾ വീണ്ടും ഇവിടെ ചുമ്മാ സാധനം ഇറക്കുന്നു, പണി നടത്തുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അയാൾ ജമാഅത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നിട്ടാണ് ഇത്രയും കൊള്ളരായ്മ കാണിക്കുന്നത്. ഇതുപോലത്തെ ഒരു വ്യക്തിയെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അയാൾ നിലവിലെ ഒരു KD ലിസ്റ്റിലുള്ള ആളാണ് ഈ വർക്കല പോലീസ് സ്റ്റേഷനിൽ. എത്രയോ 10-30 കൊടുത്ത കേസ് ഇയാളെ പേരുണ്ട്. ഞങ്ങളെ പേര് ഇന്നലെ വക്കീൽ നോട്ടീസ് അയച്ച് ഞങ്ങളെ 7 പേരെ കയ്യിൽ, ഞങ്ങൾ 14 പേരെ കയ്യിൽ ഇതിനു മുന്നേ കേസ് കൊടുത്തു. ഞങ്ങളുടെ ജോലിയും കാര്യങ്ങളും ഞങ്ങൾക്ക് ഒരു കാര്യത്തിനൊന്നും പോകാൻ പറ്റുന്നില്ല. ഇയാളിവിടെ കാണിക്കുന്ന പോക്രിത്തരമാണ്. അയാൾ മുസ്ലിം ലീഗിന്റെ നേതാവ് പദവി വെച്ചാണ് ജമാഅത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം വെച്ചിട്ട് അയാൾ ഇത്രയും പോക്രിത്തരം കാണിക്കുന്നത്. ഈ ഇത്ര ദിവസം 1.5 മാസമായിട്ട് ഈ പ്രസിഡന്റ് ഈ പള്ളിയിലോ കാമ്പൗണ്ടിലോ വരുന്നില്ല. തെറ്റ് ചെയ്തുകൊണ്ട് വരൂല, ജനം പിടിച്ചു നിർത്തും, വരത്തില്ല. ഈ വണ്ടികൾ കസ്റ്റഡിയിൽ പ്രശ്നങ്ങളായിട്ട് പോലും വണ്ടി ഇറക്കി കൃത്യമായിട്ട് വിട്ടുകൊടുക്കുന്നതിന്റെ പേരിലാണ് വരുന്നത്. വണ്ടികൾ 10,000-ന് മേൽ കബർ അടക്കിയിട്ടുള്ളത്. ഈ കബറുകൾക്ക് കേട് വരുന്ന അവസ്ഥയിലാണ് കബറിലെ ഭാഗങ്ങൾ ഇടിച്ചിറക്കിയിരിക്കുന്ന അയാള്. ഇതിൽ കബർ കയ്യേറിയ കബറുകൾക്കാണ് മരിച്ചുവീണ മനുഷ്യനെ കൊണ്ട് അടക്കുന്ന കബറുകൾ വരും ഇയാൾ കയറി ആക്രമിക്കുകയാണ്, നശിപ്പിക്കുകയാണ്. ഇയാൾക്ക് നടപടി ഉണ്ടാവണം. ഇയാളെ ഈ തെറ്റ് കയറിനെ തുറുങ്കിലടയ്ക്കണം, ജയിലിലടയ്ക്കണം. ഇത്രയും തെറ്റ് ചെയ്ത ഒരു വ്യക്തിയെ ഞങ്ങളെ മേൽ കേസ് കൊടുത്തോണ്ടിരിക്കുകയാണ് അയാൾ. ഈ പ്രവൃത്തിയിലൂടെ ചിലക്കൂർ മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിനും വലിയ ദോഷമാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് പരാതികൾ ഉയരുന്നത്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തി ബീച്ചിൻ്റെ പൊതുഭൂമി കൂടി കയ്യേറിയെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. പള്ളി അംഗങ്ങളും പൊതുജനങ്ങളും കൂടി ഇന്ന് നടത്തിയ പ്രതിഷേധത്തിനൊടുവിൽ കുന്നിടിക്കുന്ന പ്രവൃത്തികൾ ചെയ്തിരുന്ന JCB വർക്കല പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ.